മലപ്പുറം തെന്നല പഞ്ചായത്തിൽ വികസന സദസ്സിനിടെ വാക്കേറ്റവും കയ്യാങ്കളിയും. LDF UDF പ്രവർത്തകർ തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. സർക്കാരിന്റെ വികസന വീഡിയോ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞതോടെയാണ് വാക്കേറ്റമുണ്ടായത്. ജംഷീർ കൊടഞ്ഞ് വിശദാംശങ്ങൾ. ജംഷീർ, കാര്യമായ കയ്യാങ്കളി നടന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നു. മെമ്പർമാർ തമ്മിലാണോ പരസ്പരം കയ്യേറ്റത്തിൽ ഏർപ്പെട്ടത്? ഇപ്പോഴെന്താണ് സ്ഥിതി? ജിൽസി, നമുക്കറിയാവുന്നതുപോലെ വികസന സദസ്സ് ഇപ്പോൾ ജില്ലയിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ പഞ്ചായത്തുകളിൽ. പക്ഷേ ഈ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് UDF മൊത്തത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനത്തിന് വിരുദ്ധമായി മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ തന്നെ വികസന സദസ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് തെന്നല പഞ്ചായത്തിൽ ഇന്നലെ വികസന സദസ്സ് നടന്നത്. തെന്നല പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലാണ് ഇന്നലെ അവിടെ വികസന സദസ്സ് നടന്നത്. ഈ വികസന സദസ്സ് നടക്കുന്നതിനിടെ അവിടെ യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തിയിരുന്നു. യൂത്ത് ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഷെരീഫ് വടക്കയിൽ അവിടെ ആശംസാ പ്രസംഗം സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് വരുന്നു. ആശംസാ പ്രസംഗം സംസാരിക്കുന്നതിനിടയിൽ ഈ വികസന സദസ്സിൽ സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ, അതായത് സർക്കാരിന്റെ വികസനം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ വികസനം മാത്രമേ ഇവിടെ പറയുകയുള്ളൂ എന്നും മാത്രമല്ല, ഈ തെന്നല പഞ്ചായത്തിൽ ഒരു LDFന്റെ ഒരു CPMന്റെ ഒരു അംഗമുണ്ട്. ആ അംഗം പഞ്ചായത്തിൽ വികസനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണെന്നും ഈ പഞ്ചായത്തിൽ വരുന്ന റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പരാതി കൊടുക്കുകയും അതോടൊപ്പം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ പല വികസന പദ്ധതികളിലും പരാതി കൊടുത്ത പദ്ധതികൾ നിർത്തലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ നിന്ന്, അതായത് ഈ വികസനത്തിനെതിരായി നിൽക്കുന്ന LDFന്റെ കൌൺസിലർ നഗരസഭ പഞ്ചായത്ത് അംഗത്തെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ള അടക്കമുള്ള രൂക്ഷമായ വിമർശനം ഈ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ അവിടെ പ്രസംഗിച്ചു. അതോടെയാണ് അത് പ്രശ്നങ്ങൾക്ക് ഇടയായത്. അതോടെ LDF പ്രവർത്തകർ, CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ചെറിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു. പിന്നീട് മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ടാണ് അത് ശാന്തമാക്കിയത്. പക്ഷേ പിന്നീട് സർക്കാരിന്റെ വീഡിയോ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച പോലുള്ള വികസന സദസ്സ് തന്നെയാണ് തെന്നല പഞ്ചായത്തിൽ നടത്തിയത് എന്നുള്ളതാണ്. മറിച്ചൊരു അറിയിപ്പൊന്നും, അതായത് വികസന സദസ്സിനോട് സഹകരിക്കേണ്ട എന്ന അറിയിപ്പൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. സർക്കാരിന്റെ വികസന സദസ്സ് തന്നെയാണ് തെന്നല പഞ്ചായത്തിൽ നടന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സർക്കാരിന്റെ വികസന വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ പഞ്ചായത്തിന്റെ വികസനങ്ങളാണ് തങ്ങൾ ആ സദസ്സിൽ പറഞ്ഞത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നടത്തിയ വികസനങ്ങളാണ് അത് പറയാനുള്ള ഒരു അവസരമായി കണ്ട് അത് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും ഈ വികസന സദസ്സിൽ നിന്ന് പിന്നീട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇറങ്ങിപ്പോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ആ പഞ്ചായത്തിൽ പിന്നീട് ഈ പരിപാടി വിജയകരമായി നടത്തി എന്നുള്ളതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാലേ സേഫു, നല്ല പൊരിഞ്ഞ ഒരു വാക്കേറ്റമാണ് ഉണ്ടായത്. പൊരിഞ്ഞടി നടന്നിട്ടുണ്ട്. അതെ.